വ്യത്യസ്തമാണോ ഇത്തവണത്തെ ബഡ്ജറ്റ്? തീർച്ചയായും വ്യത്യസ്തമാണ്. ഇത് ഒരു ബജറ്റാണോ? ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ കുർസി ബച്ചാവോ, അതാണ് അത് എപ്പോഴും നമുക്കറിയാം. ഈ രണ്ട് കൂട്ടരെയും പിണക്കാതെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നല്ലൊരു ബുദ്ധിമുട്ടാണ്. ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ആന്ധ്രയിലത്തെയും ബീഹാറിലത്തെയും അവരുടെ ലീഡർഷിപ്പ്, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി ആലോചിച്ചാൽ അവർ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. നായിഡു അവർ രണ്ടുപേരും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കേപ്പബിളാണ്. അവരവരുടെ സ്റ്റേറ്റിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അങ്ങനെ രണ്ടുപേരെയും അപ്പീസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് അങ്ങനത്തെ ഒരു ബജറ്റാണിത്. നമുക്കൊരു നാടൻ ചൊല്ലില്ലേ, ഒരു ഒരല് മോഷ്ടിക്കുവാണേലും ഒരു ഒലക്കയുടെ മറവ് വേണം. ഇതൊരു ഒലക്കയുടെ മറവ് പോലും ഇല്ല, ഒരു സോഫിസ്റ്റിക്കേഷൻ പോലും ഇല്ല. ശരിക്കുള്ള മോഷണം എന്ന് പറഞ്ഞ പോലെ ഒരു ഫെഡറലിസത്തിൻ്റെ പ്രിൻസിപ്പിളൊക്കെ തോട്ടിൽ കളഞ്ഞു വെച്ച് കേരളത്തെ പറ്റിയൊന്നും മിണ്ടുന്നില്ല, ബംഗാളിനെ പറ്റിയൊന്നും പറയുന്നില്ല, എന്തിന് തമിഴ്നാടിനെ പറ്റിയൊന്നും പറയുന്നില്ല, യാതൊന്നും പറയാതെ മഹാരാഷ്ട്രയെ കുറിച്ച് ഒന്നുമില്ല. ഇവരെ രണ്ടുപേരെയും മാത്രം അപ്പീസ് ചെയ്ത് യു പിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും. അപ്പൊ യു പി അവരല്ലേ ഭരിക്കുന്നത്? അവര് ഭരിക്കുന്നിടത്ത് വേണ്ട, അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇവര് രണ്ടുപേരെയും മാത്രം നായിഡുവും മതി, നിതീഷും വേണം. അപ്പൊ അത് മതി. ഒരു ഫ്ലോർ ടെസ്റ്റ് വന്നാൽ, ഒരു അത്യാവശ്യം വന്നാൽ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. വേറൊന്നും പ്രശ്നമില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ജനങ്ങളോടാണ് ആ വെല്ലുവിളി. നിങ്ങൾ എന്ത് വേണേ ചെയ്തോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരോടല്ല, ജനങ്ങളോടാണ് ഈ വെല്ലുവിളി. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഞങ്ങൾ ഭരിക്കും, ഇവരുടെ വോട്ട് മാത്രം മതി ഞങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ബഡ്ജറ്റ്. ഇതിനു മുമ്പ് ഒരുപാട് ബഡ്ജറ്റുകൾ കണ്ടു കാണുമല്ലോ. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള ബഡ്ജറ്റും രാജീവ് ഗാന്ധിയുടേതും മൻമോഹൻ സിംഗിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മുൻകാല പ്രധാനമന്ത്രിമാരുമായി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിമാർ അവതരിപ്പിച്ച ബഡ്ജറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വാസ്റ്റ് ഡിഫറൻസ് എന്താണ്? അയ്യോ, പണ്ടൊക്കെ ഒരു ബഡ്ജറ്റ് വന്നാൽ നമ്മൾ ആ ബഡ്ജറ്റിൽ നോക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണ്, അതിന് റവന്യൂ ഡെഫിസിറ്റ് എന്താണ്, ഇതിനകത്തെ ഇൻഫ്ലേഷണറി പൊട്ടൻഷ്യൽ എന്താണ്, അങ്ങനെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്താണ്, അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു പാക്കേജ് ഡീല് രണ്ടു കൂട്ടർക്ക് കൊടുത്തിരിക്കുന്നു, ബാക്കി ആർക്കും ഒന്നുമില്ല. കേരളത്തിന് വെറുതെ റബ്ബറിൻ്റെ താങ്ങുവില തുടങ്ങി കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്നുമില്ല, യാതൊന്നുമില്ല. തമിഴ്നാടിനും യാതൊന്നുമില്ല. ബംഗാളുകാരും പറയുന്നു അവർക്ക് 0 ആണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു തെക്കൻ സംസ്ഥാനങ്ങളെ മൊത്തം അവഗണിച്ചുകൊണ്ട് ഒരു ബജറ്റ്. പണ്ട് എത്ര നല്ല നല്ല ബജറ്റുകൾ, വലിയ വലിയ ആൾക്കാർ, അത് ഫിനാൻസ് മിനിസ്റ്ററുടെ കഴിവെന്നല്ല, അത് ഒരു പോളിസിയുടെ മൊത്തം ഉള്ളതല്ലേ. അപ്പോൾ ഈ ദേശീയ വികാരം ആളിക്കത്തിക്കുന്ന മോദി സർക്കാരിന് ഒരു ദേശീയ കാഴ്ചപ്പാടില്ല എന്നാണോ? ഈ ബജറ്റിന് ഒരു ദേശീയ കാഴ്ചപ്പാടും ഇല്ല. അപ്പൊ ഈ ദേശീയ കാഴ്ചപ്പാട് ഇല്ലാത്ത ഒരു സർക്കാരായി മാറുകയാണോ? അതായത് എല്ലാ സ്റ്റേറ്റുകളെയും ഒരേപോലെ കാണണമല്ലോ. ഫെഡറൽ സംവിധാനത്തിൽ ഈ എന്ത് കാര്യവും ഈക്വലി ആണല്ലോ കാണേണ്ടത്. അങ്ങനെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ കാണാതെ വരുമ്പോൾ ഈ ദേശീയത എന്ന് പറയുന്ന ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എത്ര വലിയ കാപട്യാണ്. അത് കാപട്യമാണ്. ഇപ്പൊ തന്നെ ഇവർ തന്നെ പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മാത്രം വികാസം നോക്കിയാൽ മതി എന്നുള്ള ആശയങ്ങൾ അവിടെ വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ നമ്മളാരും കൂടെ നിൽക്കുന്നവരല്ല, അതുകൊണ്ട് നമ്മുടെ ഒന്നും ഡെവലപ്മെൻറ്റ് ആവശ്യമില്ല, അവരുടെ മാത്രം മതി എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യത്തിന് എങ്ങനെ പോകാം എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ വലിയൊരു കാഴ്ചപ്പാട്. എന്തെങ്കിലും പ്ലസ് പോയിന്റുകൾ കാണാനുണ്ടോ ഈ ബഡ്ജറ്റിൽ? പ്ലസ് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം മിഡിൽ ക്ലാസ്സിന് ചുമ്മാ ഇരുന്നിട്ട് നമുക്ക് ന്യൂ സ്കീമാണോ നല്ലത്, പഴയ സ്കീമാണോ നല്ലത്, ഏതിലാണ് നമുക്ക് ടാക്സ് കുറച്ച് കുറയുന്നത് കൂടുന്നത് കുറഞ്ഞുള്ള അതൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എംപ്ലോയ്മെൻറ്റ് ജനറേഷനൊന്നും അല്ല അതൊന്നും. ജോലി ആദ്യം കിട്ടുന്നവർക്ക് ആദ്യത്തെ ഒരു മാസത്തെ ഇത് ഓണറേറിയമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കും. അങ്ങനെ കുറച്ച് ചില്ലറ കാര്യങ്ങളുണ്ട്. ആ ഇൻറ്റേൺസിനെ എടുക്കാനായിട്ട് വലിയ കമ്പനികളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ആ ഓണറേറിയം കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ ഇൻറ്റേൺസിനെ അവർ എടുക്കുമായിരിക്കും. അതുകൊണ്ട് ആ ഇൻറ്റേൺസിനൊക്കെ ആ സ്കിൽ ഡെവലപ്മെൻറ്റ്
പോസിബിൾ ആയിരിക്കും. പക്ഷെ അപ്പോഴും അവർക്ക് ജോലിയൊന്നും അല്ല കിട്ടുന്നത്. ആ ഇൻറ്റേണിനെ ആ കോർപ്പറേറ്റിന് ബോധിച്ചാൽ, ആ കമ്പനിക്ക് ബോധിച്ചാൽ മാത്രമേ ആ ജോലി അവിടെ കൊടുക്കുകയുള്ളൂ. അവിടെ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ തൊഴിൽ രഹിതർക്ക് 1,00,000 രൂപ വർഷം കൊടുക്കുമെന്നും തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യർക്ക് 5,000 രൂപ വീതം പ്രതിമാസം കൊടുക്കുമെന്നും ഒരു വാഗ്ദാനം വെച്ചിരുന്നു. അത് കോപ്പി ചെയ്തതാണ് ഇത് എന്ന് ആരോപിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി. പക്ഷേ അതിന് ഇവരെ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു കമ്പനിയിൽ കയറിക്കഴിഞ്ഞാൽ അത്രയും രൂപ 5,000 രൂപ കൊടുക്കും. ഒരു കമ്പനിയുടെ ഇന്റേൺഷിപ്പിൽ കിട്ടിയാലല്ലേ അവർക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഒരു വെറുതെ കോൺഗ്രസ് പറഞ്ഞതുപോലെയുള്ള ഒരു ഇതല്ല, അങ്ങനെയല്ല. ശകലം മോഡിഫിക്കേഷനോടുകൂടി 5,000 രൂപ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ശകലം ഒരു വ്യത്യാസത്തോടെ. അതിൽ ഞാൻ കണ്ടൊരു കാര്യം, ഒരു വീട്ടിൽ ഒരാളിന് സർക്കാർ ഉദ്യോഗം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ആരെങ്കിലും IT ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പം സർക്കാർ ജോലിയോ ഇൻകം ടാക്സ് ഫയലിങ്ങോ നടക്കുന്ന ഒരു വീട്ടിലെ ചെറുപ്പക്കാരന് ഇത് കിട്ടില്ല അത്രേ, ചെറുപ്പക്കാരിക്ക് ഇത് കിട്ടില്ല അത്രേ. അതാ നീതിയല്ലേ? 5 or 6 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ ഒരാളിന് ഒരു പ്യൂൺ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ 5,000 പോലും നിഷേധിക്കുകയാണ്. അത് വാസ്തവത്തിൽ അൺജസ്റ്റാണ്. പക്ഷേ പുവറസ്റ്റ് ഓഫ് ദി പുവർ എന്നുള്ളവരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ അതിന് ന്യായീകരണങ്ങൾ പറയാം. വേറൊരു കാര്യം, ഇവരെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ മഹാത്മാഗാന്ധി യോജന തൊഴിലുറപ്പില്ലേ, ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം ഒന്ന് കൂട്ടാൻ അവർ മെനക്കെട്ടിട്ടില്ല. കുറച്ചിട്ടില്ല. ആ വിഹിതം കൂട്ടിയിട്ടില്ല. ആ വിഹിതം കൂട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ നെഗറ്റീവ് പോയിന്റാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇവരുടെ ഉദ്ദേശമാണെങ്കിൽ അത് കൂട്ടണ്ടേ? അപ്പോൾ താഴത്തെ ലെവലിൽ കുറേ അധികം പേർക്ക് ജോലി കിട്ടിക്കൊള്ളില്ലേ, അതവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു. അല്ല, നമുക്ക് കേരള ആംഗിളിലേക്ക് വന്നാൽ കേരളത്തിന് എന്തെങ്കിലും ഉണ്ടോ ഈ ബഡ്ജറ്റിൽ? കേരളത്തിൽ നോക്കുമ്പോൾ എന്താ? ഒന്നുമില്ല. അപ്പൊ ആദ്യമായി BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ്. സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി മന്ത്രിയായി, ജോർജ് കുര്യനും മന്ത്രിയായി, 2 കേന്ദ്രമന്ത്രിമാരും ഉണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങളൊന്നും, ഇപ്പോൾ നമ്മുടെ എയിംസ് ആയിരുന്നു വലിയ ആവശ്യം, അതില്ല. അപ്പൊ അതുൾപ്പെടെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. നമ്മൾ പറഞ്ഞ യാതൊരു കാര്യങ്ങളും ഇല്ല. സിൽവർ ലൈൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും. സിൽവർ ലൈൻ പിന്നെ നമ്മുടെ വിഷയമല്ല. കാരണം അത് സിൽവർ ലൈൻ ഉണ്ടാവുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല, അതവർ അംഗീകരിക്കില്ല. പക്ഷെ അതിന് ഇവര് പറയുന്നൊരു ന്യായം, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രപ്പോസലുകൾ വേണ്ട രീതിയിൽ എത്തിയില്ല. പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നാണ് ഇന്നലെ ചർച്ചകളിൽ BJP വക്താക്കൾ പറയുന്നത്. അതിൽ വല്ല അടിസ്ഥാനമുണ്ടോ? അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് കൊടുക്കുന്ന പ്രപ്പോസൽ അനുസരിച്ച് മാത്രമൊന്നും അല്ല. മൊത്തം ഒരു ക്യാൻവാസാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. ആ ബജറ്റിനകത്തെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഇതനുസരിച്ച് പ്രപ്പോസൽസ് കൺസിഡർ ചെയ്യും. പക്ഷേ എന്നാലും അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് തന്നെയാണ്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു ബജറ്റാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമുക്ക് അധികം കൺസിഡർ ചെയ്യുന്നത്. ഇത് ആദ്യമേ തന്നെ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബാബു. അതായത് ഈ ഗവൺമെൻറ് 1 കൊല്ലത്തിനപ്പുറം പോവില്ല എന്ന്. അതായത് അറിയാവുന്നവരൊക്കെ പറയുന്നു. അതായത് ഇവരുടെയൊക്കെ നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഒക്കെ പാസ്റ്റ് അറിയുന്നവർ പറയുന്നു 1 കൊല്ലത്തിനകം ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവില്ല എന്ന്. അതായത് അവർ രണ്ടുപേരും ബാർഗെയിൻ ചെയ്യും ശക്തമായിട്ട്. ഈ 1 കൊല്ലത്തിന് മുമ്പ് ഇത് വീഴും എന്ന് പറയുന്നുണ്ട്. ഇത് വീഴില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഇവർക്ക് വിട്ടേച്ച് പോകാൻ പറ്റില്ല. ഇടയ്ക്കാണെങ്കിലും ശരി, ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ സഹായം വേണ്ടി വരും. ഇത്രയും വലിയ ഓഫർ മുന്നോട്ട് വെച്ചിട്ട് ആണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ചെലവിൽ സർക്കാരിനെ താങ്ങി നിർത്താനുള്ള ഒരു ബജറ്റാണ് നമ്മളെയൊക്കെ അല്ലേ, ജനങ്ങളെ പോക്കറ്റ് അടിച്ച് അവര് നിലനിൽക്കും, അത്ര തന്നെ. ഒരു റോബേഴ്സിൻ്റെ ഒരു കമ്പനിയിൽ സ്പോയിൽസ് എങ്ങനെ പങ്കുവയ്ക്കണം എന്നുള്ളത് 2 മുതിർന്ന ആൾക്കാർക്ക് അങ്ങ് കൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ അടിച്ച് അമർത്തുന്ന മാതിരി. ഇത് എന്തൊരു ബജറ്റാണിത്? ഇതൊരു ബജറ്റ് എക്സസൈസ് ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല. ചുമ്മാ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ നടന്നു വന്ന കണ്ടാൽ കൊള്ളാം. ഇത്രയൊക്കെ നായിഡുവിനും ഇവർക്കൊക്കെ കിട്ടിയാൽ എങ്കിൽ കൊള്ളാർന്നു എന്ന് പറഞ്ഞ പോലെ നടപ്പിലായെന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇതൊക്കെ കിട്ടിയെന്ന് പറയാം.